Hello my dear students, welcome to ASAP. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലെ ചെറിയൊരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ആദ്യം ഒരു ഡെഫിനിഷൻ നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടൈം എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മാസ് എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. വോള്യം, ഇതൊക്കെ എന്താണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നോക്ക്, ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റീസ്, രണ്ടാമത് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതായത് സ്കേലാർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതിനെന്ത് വേണ്ട, ഡയറക്ഷൻ വേണ്ട. എന്നാൽ നമുക്ക് ചില ക്വാണ്ടിറ്റീസ് മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ഡയറക്ഷൻ വെച്ചിട്ടും മാത്രമാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി സ്കേലാർ ക്വാണ്ടിറ്റീസിന് ഒരു എക്സാമ്പിൾ നോക്ക്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി എക്സാമ്പിൾ നോക്ക്, ഡിസ്റ്റൻസ് എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ നോക്ക്. നമ്മൾ ഡിസ്റ്റൻസ്, അതായത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് പറയുന്നതിന് കൂടെ എന്തും വേണം, ഡയറക്ഷനും വേണം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് മെഷർമെൻറ്റ് ഓർ യൂണിറ്റിനെ അല്ലെങ്കിൽ മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. നമുക്ക് ആദ്യം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? രണ്ടാമത് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്താ നോക്കാം. നമുക്ക് ഇവിടെ എഴുതിയേക്കുന്ന ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ ഓൺലി മാഗ്നിറ്റ്യൂഡ് നോ ഡയറക്ഷൻ ടു എക്സ്പ്രസ് ദം. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, എന്ത് വേണ്ട, ഡയറക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണ്, ഡിസ്റ്റൻസ്, സ്പീഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണം തരും, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തരും. എന്നിട്ട് അത് സ്കേലാർ ആണോ വെക്ടർ ആണോ എന്നതാണ് നിങ്ങളോട് ചോദിക്കുക. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒന്നെങ്കിൽ വെക്ടർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ സ്കേലാർ അല്ലാത്തത് ഏത്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിനകത്ത് നോക്ക്, എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, മാസ് കൊടുത്തിട്ടുണ്ട്, വോളിയം, ടൈം, അങ്ങനെ പോകുന്നുണ്ട്. കുറേ എണ്ണം ഉണ്ട്, അതിനകത്ത് കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എങ്ങനെയത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്ത് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തത് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്ക്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ ടു ബി എക്സ്പ്രസ്ഡ്. നമുക്ക് ഒരു ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ എന്തൊക്കെ വേണം, മാഗ്നിറ്റ്യൂഡും വേണം, അതുപോലെ ഡയറക്ഷനും വേണം. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നോക്ക് എക്സാമ്പിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നോക്ക്. ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, അതേപോലെ മൊമെൻറ്റം. അപ്പം വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ള ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്. ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി നമ്മൾ മെഷർമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നോക്കടാ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില യൂണിറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസ് ആയിട്ട് ചില യൂണിറ്റ്സിന് എടുക്കും. ആ യൂണിറ്റ്സ് വേറെ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, വേറെ ഏതൊരു യൂണിറ്റിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നോക്ക്, നമുക്ക് മാസ് എന്താണ്, ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്.
ടൈം എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇതൊന്നും വേറെ ഒരു യൂണിറ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേറെ ഒരു യൂണിറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള യൂണിറ്റ്സിനെ പറയുന്ന പേര്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നോക്ക്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഇവർ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, ഒന്നാമത് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ലെങ്ത് എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നോക്കുക, ആകെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. എത്ര എണ്ണമാണുള്ളത്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? വേറെയുള്ള യൂണിറ്റിനെ അല്ലെങ്കിൽ വേറെയുള്ള കാര്യത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനി അടുത്ത് നോക്ക്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരിക്കലും മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നോക്ക്, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോഴ്സ്, വെലോസിറ്റി, ഡെൻസിറ്റി, ഹീറ്റ്, പവർ, എനർജി, ആക്സിലറേഷൻ. എങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്ങനെ? ഫോഴ്സിന് നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ഈക്വൽ ടു എം ഇൻറ്റു എ. എം ഇൻറ്റു എ എന്ന് വെച്ചാൽ എം എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ നേരത്തെ എഴുതിയേക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാസിനെ നമുക്ക് വേറെ ഏതെങ്കിലും വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. മാസ് എന്താണ്? മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ മാസ് ഈക്വൽ ടു നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. ലെങ്ത്തിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഏതെന്നാണ് ഉണ്ടാവുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് എന്തുണ്ടാവുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് 7 മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാതും എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് യൂണിറ്റ് വെച്ചാൽ എന്താണ്? എവറി മെഷേർഡ് ക്വാണ്ടിറ്റി കംപ്രൈസസ് ഓഫ് എ നമ്പർ ആൻഡ് എ യൂണിറ്റ്. യൂണിറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുണ്ടാവും? ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. ഇപ്പം നോക്ക്, നമ്മൾ ടൈം പറയുകയാണ് 60 മിനിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക 60 സെക്കൻഡ്. അങ്ങനെയല്ലേ നമ്മൾ പറയാം? ഒന്നെങ്കിൽ 60 സെക്കൻഡ് അല്ലെങ്കിൽ 60 ഹവർ അല്ലെങ്കിൽ എന്താ പറയുക 2 മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ? അതായത് ഒരു യൂണിറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു യൂണിറ്റും ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് പറയുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യം നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് എന്ത്? ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. അതെന്താണെന്ന് നോക്കാം. ഇൻ ദി സിസ്റ്റം ഓഫ് യൂണിറ്റ് ലെങ്ത് ഈസ് ഫൂട്ട്, മാസ് ഈസ് പൗണ്ട് ആൻഡ് ടൈം ഈസ് സെക്കൻഡ്. നമ്മൾ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ബേസിക് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ ഇത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നമ്മൾ എടുത്തേക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഫൂട്ടായിട്ടും, അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്നത് പൗണ്ടായിട്ടും, ടൈം എന്ന് പറയുന്നത് സെക്കൻഡായിട്ടും, അങ്ങനെ 3 ബേസിക് യൂണിറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ഇതിനെ നമ്മൾ FPS സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? FPS, അതായത് ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാനോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നോക്ക്, ഗോസിയൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഗോസിയൻ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ സിസ്റ്റം ഓഫ് യൂണിറ്റ് ലെങ്ത് ഈസ് സെൻറ്റിമീറ്റർ. ലെങ്ത് എന്താണ്? സെൻറ്റിമീറ്റർ. മാസ് ഈസ് ഗ്രാം. മാസ് എന്താണ്? ഗ്രാം ആണ്. ആൻഡ് ടൈം ഈസ് സെക്കൻഡ്. ടൈം എന്താണ്? സെക്കൻഡിലാണ്. നോക്ക്, ഇതിനകത്ത് പറയുന്ന പേര്, അതായത് നമുക്ക് ലെങ്ത്തിന് സെൻറ്റിമീറ്റർ ആണ്, മാസ് എന്താണ്? ഗ്രാം ആണ്, ടൈം എന്താണ്? സെക്കൻഡ് ആണ്. നേരത്തെ ഇതിന് FPS സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന വേറെ പേരാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളൂ. ഓക്കെ അല്ലേ? അടുത്തത് നോക്ക്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. നേരത്തെ നമ്മളത് പറഞ്ഞു. ഇവിടെ നോക്ക്, വേറെ 2 യൂണിറ്റ്സ് കൂടെ പറയുന്നുണ്ട്. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് 2 എണ്ണമാണുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ. ഒരെണ്ണം എത്രയാണ്? പ്ലെയിൻ ആംഗിൾ ആണ്. രണ്ടാമത്തത് സോളിഡ് ആംഗിൾ. നമുക്ക് പ്ലെയിൻ ആംഗിളിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താണ്? റേഡിയൻ. സിമ്പിൾ റേഡ് എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സോളിഡ് ആംഗിളിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറീഡിയൻ ആണ്. SR എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ അല്ലേ? ഇനി നോക്ക്,
അപ്പോൾ നമ്മൾ പറഞ്ഞു FPS സിസ്റ്റം ഓഫ് യൂണിറ്റ് പറഞ്ഞു, CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അതായത് SI യൂണിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് SI സിസ്റ്റം ഈസ് അപ്ലിക്കബിൾ ടു ആൾ ബ്രാഞ്ചസ് ഓഫ് സയൻസ്. നമുക്കൊരു ഇതേ യൂണിറ്റ്, അതായത് SI യൂണിറ്റ് എന്ത് ചെയ്യാം, എല്ലാ ബ്രാഞ്ചസ് ഓഫ് സയൻസിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് SI യൂണിറ്റ് തന്നെ പ്രിഫർ ചെയ്യുന്നതല്ലേ ആണ്. അതാണ് ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില റൂൾസ് ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോഴും കൺവേർട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ള കുറച്ച് റൂൾസ് ആണ്, ബേസിക് റൂൾസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നോക്ക്, യൂണിറ്റ് ഈസ് നെവർ റിട്ടൺ വിത്ത് ക്യാപിറ്റൽ ഇനീഷ്യൽ ലെറ്റർ. ഞാൻ പറയുകയാണ് ഇപ്പോൾ 60 സെക്കൻഡ്. ഈ 60 സെക്കൻഡ് എന്ന് ഞാൻ എഴുതുമ്പോൾ 60 സെക്കൻഡ് ഇങ്ങനെ എഴുതി. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. 60 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എസ് എന്തിൽ എഴുതണം, സ്മോൾ ലെറ്ററിൽ എഴുതണം. അപ്പോൾ യൂണിറ്റ് ഒരിക്കലും എന്തിൽ എഴുതാൻ പറ്റില്ല, ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത് എന്താ പറയുന്നത്, ഫോർ എ യൂണിറ്റ് നെയിംഡ് ആഫ്റ്റർ സയൻറ്റിസ്റ്റ് ദ സിമ്പിൾ ഈസ് എ ക്യാപിറ്റൽ ലെറ്റർ, അതർവൈസ് നോട്ട്. നോക്ക്, നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ എന്തെങ്കിലും സ്മരണാർത്ഥമുള്ള യൂണിറ്റ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതെന്തിൽ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവേ നമുക്ക് യൂണിറ്റ് എഴുതുമ്പോൾ എന്തിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ റൂൾ എന്ത് പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത്, നമ്മൾ യൂണിറ്റ് നെയിം ചെയ്തേക്കുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും എങ്ങനെ എഴുതണം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഇപ്പോൾ നോക്ക്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ്. എന്താണ്, ന്യൂട്ടൺ ആണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അപ്പോൾ ന്യൂട്ടണൊക്കെ നിങ്ങൾ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലേ എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾ 10 ന്യൂട്ടൺ അല്ലെങ്കിൽ 5 ന്യൂട്ടൺ എന്ന് എഴുതുമ്പോൾ എപ്പോഴും എന്ത് എഴുതണം, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് യൂണിറ്റ് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ അല്ലേ? നോക്കട്ടെ, അടുത്ത കാര്യം എന്താ പറയുന്നത്, പങ്ക്ച്വേഷൻസ് മാർക്ക് ആർ നോട്ട് റിട്ടൺ ആഫ്റ്റർ ദ സിമ്പിൾ. അതായത് ഒരു യൂണിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് പാടില്ല, പങ്ക്ച്വേഷൻസ് മാർക്കൊന്നും പാടില്ല. അതായത് ഇപ്പോൾ 5 ന്യൂട്ടൺ എഴുതി കഴിഞ്ഞ ശേഷം ഒരു കുത്തും കോമയൊന്നും എന്ത് ചെയ്യില്ല, പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ 5 ന്യൂട്ടൺ എന്ന് എഴുതുകയാണെങ്കിൽ 5 ന്യൂട്ടൺ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ് പറയുന്നത്, ദ യൂണിറ്റ് ഓർ സിമ്പിൾ നെവർ റിട്ടൺ ഇൻ പ്ലൂറൽ ഫോം. നമ്മൾ പറയുകയാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ അപ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 1 ന്യൂട്ടണേക്കാൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് പ്ലൂറൽ അല്ലേ എന്ന് വിചാരിച്ചിട്ട് 10 ന്യൂട്ടൺസ് അങ്ങനെ എഴുതരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 ന്യൂട്ടൺസ് ഇങ്ങനെയൊന്നും എഴുതരുത്. എങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ, 10 ന്യൂട്ടൺ എങ്കിൽ 10 ന്യൂട്ടൺ ഇത്രയേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇതിനകത്തുള്ള റൂൾസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിലെ ചെറിയ ഒരു പോർഷൻ, അതിനകത്ത് റൂൾസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു ഏരിയ തന്നെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ കൺവേർഷനും യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്